ഹല്ലേലൂയ. സ്തോത്രം നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നിൽപ്പാനില്ല ദൈവജനമായി നിൽപ്പാൻ ദൈവയാക്കി കൃപയോർത്ത് നന്ദി സ്തുതിക്കുന്നു. എനിക്ക് വരുന്നിടം വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ഇന്നത്തെ വചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് 8:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നവരും വിളിച്ചു കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടി പോവുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണിത്. വിത്തിൻ്റെതായ ഉപമ എന്ന് പറയുന്നത്. അത് എന്താണെന്നും എങ്ങനെയായിരിക്കണം ഒരുപാട് തവണ നമ്മൾ കേട്ട് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു വേദഭാഗമാണിത്. അപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിത്താകുന്ന ദൈവവചനത്തെ കുറിച്ചാണ്. ദൈവവചനത്തെ പല രൂപത്തിൽ പല പ്രതീകങ്ങളായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. വിത്തായിട്ട് കാണാൻ കഴിയും. മഞ്ഞ്, കണ്ണാടി, ചുറ്റിക, തീയ്, വെളിച്ചം, വാള്, ഇതെല്ലാം വചനത്തെ കാണിക്കുന്ന പ്രതീകങ്ങളാണ്. കാരണം ഒരു ചുറ്റിക പോലെ ഇതെന്ത് ചെയ്യും? കഠിനമായ ഹൃദയങ്ങളെ അടിച്ച് അത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന കാണാൻ കഴിയും. തീ പോലെ ഇറങ്ങിച്ചെന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് സ്വരം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം തീ പോലെ ഇറങ്ങി ചെന്നിട്ട് ഇത് പ്രവർത്തിക്കാൻ ഇടയായി തീരുന്നുണ്ട്. മഞ്ഞ് പോലെ ആശ്വാസമായി തീരുന്നുണ്ട്. വെളിച്ചമായി നമ്മൾ ഒരു പാതയിൽ കൂടെ നടന്നാലും ഇത് വെളിച്ചമായി നമ്മളുടെ കൂടെ നടന്ന് നമ്മളെ വഴി നടത്തുന്നുണ്ട്. വാള് പോലെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിന് പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും വചനത്തിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വിത്തെന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിന് മുമ്പായിട്ട് വചനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വചനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നതും നമുക്കറിയാം. നിത്യമായ വചനം എന്ന് പറയുന്നത് എന്താണ്? യോഹന്നാൻ 1:1 പറയുന്നു, അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം എന്തായി? ജഡമായി മനുഷ്യൻ്റെ ഇടയിൽ വന്നു പാർത്തു. അങ്ങനെ നിത്യമായ സത്യമായ വചനമായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ തിരുവെഴുത്തുകളെയും വചനത്തിനും അത്രയും പ്രാധാന്യം കൊടുത്തുവെങ്കിൽ മനുഷ്യനായ നമ്മളുടെ ജീവിതത്തിൽ ഈ വചനത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരിക്കും? യേശു അത്രയും മാതൃക കാണിച്ചുവെങ്കിൽ, ഓരോ തിരുവെഴുത്തുകളെയും വിശ്വസിക്കുകയും അതിനെ പ്രസംഗിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന മാതൃക കാണിച്ചു തരികയും ചെയ്തെങ്കിൽ ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഈ സത്യവചനത്തിൽ നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം വളരെ കൂടുതലാണ്, വളരെ അധികമാണ്. അതുപോലെ 1 കൊരിന്ത്യർ 1:21 വായിക്കുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് ഒരു പ്രസംഗത്തിൻ്റെ പോഷത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ആർക്ക് പ്രസാദം തോന്നി? ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോൾ എന്താണ്? സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെയധികമായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഒരിക്കൽ ഇതുപോലെ പോഷത്താലുള്ള പ്രസംഗം കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നവർ ഈ ഒരു സത്യവചനം, ഈ ഒരു സുവിശേഷം, സത്യവചനമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം കൂടുതലാണ്. അതിൻ്റെ പ്രാധാന്യം വളരെയധികം കൂടുതലാണ്. കാരണം ഇതുപോലെ അനേകർക്ക് കേൾക്കുവാനും അവരത് കേട്ട് വിശ്വസിക്കുവാനും ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ പറയുന്നു 2 തീമോത്തി 3:16-17 വാക്കുകളിൽ പറയുന്നു, എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസികമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പൊ ദൈവവചനം കേൾക്കുന്നവർക്ക് മാത്രമല്ല, ഇത് നമ്മളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രയോജനകരമാകുന്നുണ്ട്. ഓരോ വ്യക്തി ജീവിതത്തിലും ഇത് പ്രയോജനകരമാകുന്നതും അത് ഉപദേശത്തിന് പ്രയോജനകരമാണ്. നമുക്ക് ശ്വാസന ലഭിക്കേണ്ടതിന് അതൊരു പ്രയോജനമാണ്. നമ്മുടെ ഗുണീകരണത്തിന്
നമ്മൾ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദൈവവചനം കയ്യിലെടുത്താൽ മാത്രം മതി. ഇത് നമ്മൾക്ക് വേണ്ടുന്നതായ സകലതും നൽകി നമ്മളെ വഴി നടത്തും. നമ്മളെ ശ്വാസിക്കും, നമുക്ക് കുറ്റബോധം ഉണ്ടാക്കും, നമ്മളെ ഒരാൾ അടുത്ത് വന്നിരുന്ന് ഗുണദോഷിക്കൊന്നും വേണ്ട. ഈ വചനം എടുത്ത് വായിക്കുന്നവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ആ ഒരു ഗുണദോഷം വന്ന അല്ല അഡ്വൈസ് അല്ല ഉപദേശം ഗുണീകരണത്തിന് ആവശ്യമായ സകലതും ഇതിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായി തീരും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത്. നമുക്ക് കണ്ടുപിടിക്കുവാനല്ല മനസ്സിലാക്കുവാനൊക്കെ വളരെ പാടുള്ള കാര്യമാണ് നീതി എന്ന്, ന്യായം, നീതി എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ. പക്ഷേ ദൈവവചനം എടുക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവവചനം ദിവസവും അഭ്യാസമാക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നീതി അഭ്യാസം വളരെ എളുപ്പമാണ്. ജീവിതത്തിൻ്റെ ന്യായം എന്ത്, നീതി എന്തെന്ന് വളരെ പെട്ടെന്ന് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവവചനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യപ്പെട്ട കാര്യമാണ്. അത് തള്ളിക്കളയാനുള്ളതല്ല. ഇനിയും അതുകൂടാതെ തന്നെ ദൈവവചനത്തിലുള്ള പ്രത്യാശ അല്ല വിശ്വാസം നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും പ്രത്യാശയും നൽകുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും തളർന്നിരിക്കുന്ന അവസ്ഥകളിലൊക്കെയുള്ള അല്ലെങ്കിൽ ആ സമയത്തൊക്കെയുള്ള ഒരു ചില വചനങ്ങൾ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് കയറി നമുക്ക് നൽകുന്ന പ്രത്യാശയും ധൈര്യവും ശക്തിയൊക്കെ എന്താണെന്നുള്ളത്. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, നിന്നെ മറക്കുകയുമില്ല. നമുക്ക് ഉറപ്പാണ്. ഇതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ഉറപ്പോടെ പറയാൻ കഴിയും, പെറ്റ അമ്മ മറന്നാൽ ആരും മറക്കില്ല, ദൈവം മറക്കില്ല. കാരണം ഇത് ദൈവത്തിന്റെ വാഴ്ത്തത്വമാണ്, ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ആ മനുഷ്യന് തളരാൻ തോന്നുമോ? ആരും കൂടെ ഇല്ലെന്ന് കരയാൻ തോന്നുമോ? ആരും കൂടെ ഇല്ലെങ്കിൽ ആ വ്യക്തി ജീവിക്കും. ആ ദൈവവചനത്തിൽ ജീവിക്കുന്ന വിശ്വസിക്കുന്ന ആൾ എന്ത് ചെയ്യും? ധൈര്യമായിട്ട് എത്ര മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും ആ വ്യക്തിക്ക് ഒരുറപ്പുണ്ട്, ആര് തള്ളിക്കളഞ്ഞാലും എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയുകയില്ല, അവൻ എന്നെ മറക്കുകയില്ലെന്ന്. എൻ്റെ ഏത് സാഹചര്യത്തെയും മറക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവമെന്ന് അവന് നല്ല ഉറപ്പുണ്ട്. അവൻ എന്നെ ഉപേക്ഷിക്കില്ല എന്നുണ്ട്. അതാണ് ദൈവവചനം. അത് നമുക്ക് ധൈര്യം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന. അതുപോലെ നമുക്ക് വായിക്കുവാൻ കഴിയും റോമർ 8 എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. റോമർ 8:28 വാക്യത്തിലാണ് പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. എത്ര പ്രതിസന്ധിയുടെയും പ്രയാസത്തിൻ്റെയും കണ്ണീരിൻ്റെയും വേദനകളിലും ഇത് വിശ്വസിക്കുന്ന ആൾ എന്ത് ചെയ്യും? സന്തോഷിക്കുവാനിടയായിത്തീരും. വലിയൊരു പ്രത്യാശയാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും എന്താണ്? നന്മയ്ക്കായിട്ടാണ് കൂടിയാവരിക്കുന്നത്. ദൈവം അതിൻ്റെ പുറകിൽ ഒരു നന്മ വെച്ചിരിക്കുന്നു എന്ന് ഈ വ്യക്തി തിരിച്ചറിയുവാനിടയായിത്തീരും. അവൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുവാനിടയായിത്തീരും. ദൈവവചനം നമ്മളെ അങ്ങനെ നോക്കുമ്പോൾ ഏത് സെക്കൻഡിൽ ഏത് നിമിഷവും നമ്മളെ വഴി നടത്തുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്നു, നമ്മളെ ബലപ്പെടുത്തുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര പേര് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും തകർന്നിരിക്കുമ്പോൾ, ഭയന്നിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ആ ഒരു വാക്ക് അത് നൽകുന്ന ശക്തിയുണ്ടല്ലോ. എപ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അപ്പൻ നമ്മളോട് കൂടെയുള്ളപ്പോൾ, ആ ഒരു വചനം നമ്മളോട് കൂടെയുള്ളപ്പോൾ നമുക്ക് ഒരിക്കലും ഭാരപ്പെടാനോ ഭയപ്പെടാനോ തോന്നുകയില്ല. നമ്മൾ വളരെ പ്രത്യാശയോടെയും സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും അപ്പൻ്റെ കൂടെ ജീവിക്കാനിടയായിത്തീരും. ഇനി വിത്താകുന്ന വചനത്തെക്കുറിച്ച് പറയാനാണെങ്കിലും വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും, വിത്തിന് എന്താ ഒരു പ്രത്യേകത ഉള്ളതും, ആ വിത്ത് ആദ്യം കാണുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഇതായിട്ട് തോന്നത്തുള്ളൂ. പക്ഷെ അതിട്ട് കഴിയുമ്പോൾ, അത് കറക്റ്റ് സ്ഥലത്ത് വീണ് കഴിയുമ്പോൾ എന്താണ് ആയിത്തീരുന്നത്? ഒരു നല്ല ചെടിയോ ഒരു നല്ല വൃക്ഷമോ അല്ലേ? അതിൻ്റെ പിന്നെ വളർച്ചയിൽ കിട്ടുന്ന ഫലങ്ങളും ഒക്കെ കാര്യങ്ങളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അപ്പം വിത്തിൻ്റെ ഒരു ഇറ്റ്സെൽഫുള്ള ഒരു പ്രത്യേകതയാണ് അതിനെ ഉൽപ്പാദിപ്പിക്കുവാൻ, സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട്. കഴിവുണ്ട്. അപ്പം വചനത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകതയാണ് സൃഷ്ടിയുടെ ഉറവിടമാണ് വചനം എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സൃഷ്ടിയുടെ ഉറവിടം എന്ന് പറയുന്നത് വചനമാണ്. അതുപോലെ വചനത്തിൽ എന്തുണ്ട്? പരിധിയില്ലാത്ത ദൈവശക്തിയുണ്ട്. നമ്മൾ കേൾക്കപ്പെടുന്ന വചനങ്ങൾ, കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ പാട്ടായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് പ്രസംഗമാകുമ്പോൾ നമ്മൾ പല ഇതിലും അതിനെ തള്ളിക്കളയുന്ന ഒരു രീതിയിൽ വളരെ ലഘുവായിട്ടിരിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ലഘുവായിട്ടിരിക്കേണ്ട ഒരു കാര്യമല്ല ദൈവവചനം എന്ന് പറയുന്നത്. ഏറ്റവും ശ്രദ്ധയോടെയും ഏറ്റവും ഹൃദയം ഒരുക്കിയും ഓരോ വാക്കിലും അതെന്തുണ്ട്? സൃഷ്ടിക്കപ്പെടുവാൻ, നമ്മളിലെ മാറ്റത്തെ ഉളവാക്കുവാൻ, നമ്മളിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരായ ഒരു വിത്താണ് ദൈവവചനം എന്ന് പറയുന്നത്. അതൊരു മിനിറ്റ് പോലും നമ്മൾ അതൊരു ലഘുവായി കാണുവാൻ ഇടയായി തീരരുത്. കേൾക്കുക മാത്രമല്ല, നമ്മൾ വായിക്കും
എടുക്കുമ്പോഴും ഇത് മാത്രമല്ല ദൈവവചനം എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ദൈവവചനമാണ്. അപ്പൊ ഇതിനകത്തുള്ള വിശ്വാസം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ ഓരോ വാക്കുകളും നമ്മൾ വെറുതെ എടുത്ത് കളയുവാനുള്ളതല്ല, അത്രയും പ്രവർത്തിക്കാൻ ശക്തമായ ഒരു കാര്യമാണ് ദൈവവചനം എന്ന് പറയുന്നത്. നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തവണ അത് പരീക്ഷിച്ച് നോക്കിയെന്നല്ല, ഇപ്പം ഞാനിനിയും മുന്നോട്ട് വരില്ല എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ ഈ ദൈവവചനം എന്നെ ഉയർപ്പിച്ചു. എനിക്കിനി ദൈവമേ ഞാൻ വീണ് പോവാണോ, എനിക്കിനിയും ഇതിൽ നിന്ന് മോചനയില്ലേ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴും താനായിരുന്ന അവസ്ഥയിൽ ഈ ദൈവവചനം എന്നെ ഉയർപ്പിക്കുവാനിടയായി തീർന്നു. ആ ദൈവവചനം എനിക്ക് നൽകിയിരുന്ന ഓരോ സമയത്തും ഞാൻ അനുഭവിച്ച വിടുതലെന്ന് പറയുന്നത് അത്രയേറെ ആയിരുന്നു. ഇന്ന് ഞാൻ ശക്തമായിട്ട് ഇവിടെ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവവചനത്തിന് വലിയൊരു പങ്കുണ്ട്. അത് എൻ്റെ മേലിട്ട ഇനി ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ടും എൻ്റെ എല്ലാ ബലഹീനതകളെയും മാറ്റി നിർത്തി ഞാൻ ഇനിയും ഇതിനു മുന്നിൽ ഒരു യുദ്ധത്തിലായിരിക്കുന്നത് പോലെ ഒരു വിജയത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ സമയം ഓരോ ദൈവവചനം പറയുമ്പോഴും അത് എൻ്റെ ഉള്ളങ്ങളിലേക്ക് ഞാൻ ഏറ്റവും തകർന്നിരിക്കുമ്പോൾ ഇതെൻ്റെ ഉള്ളിൽ വന്നിട്ട് എനിക്ക് നൽകുന്ന തീയ് എന്നെ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്കല്ല, പിന്നെ ഞാൻ ഒരു വലിയ പ്രത്യാശയോടെ വലിയ ശക്തിയോടെ എൻ്റെ രോഗത്തിൽ നിന്ന് ശാരീരിക വേദനകളിൽ നിന്നൊക്കെ ഒരു വലിയ വിടുതൽ പ്രാപിച്ച ഞാൻ പിന്നെ മുന്നോട്ട് പോകുന്നത്. അത് വലിയൊരു സൃഷ്ടിക്കുവാൻ ആ സെക്കൻഡ് തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ളതായ വിത്താണ് ദൈവവചനം എന്ന് പറയുന്നത്. 1 പത്രോസ് 1:23 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇവിടെ നിലനിൽക്കുന്ന ജീവനുള്ളതായ ദൈവവചനം എന്നാണ് ആ വാക്യത്തെ നമ്മൾ വായിക്കേണ്ടത്. എന്നാൽ ഗ്രീക്കിൽ ഇതിനെ സ്പോറ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവവചനത്തിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്പോറ എന്നാണ്. ആ സ്പോറ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിത്ത് എന്നാണ്. അപ്പോൾ ദൈവവചനത്തെ അവിടെ എന്തായിട്ടാണ്? വിത്തായിട്ട് പറയുന്നു. എങ്ങനെയുള്ള വിത്ത്? ജീവനുള്ളതും വെറുതെ കെട്ടുപോകുന്നതായിട്ടല്ല, ജീവനുള്ളതും ജീവിപ്പിക്കാൻ നിലനിർത്തുന്നതുമായ വിത്ത്. അതാകുന്നു എന്ത്? ദൈവവചനം എന്ന് പറയുന്നത്. ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ എങ്ങനെ മാറുവാനിടയായിരിക്കും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുവാനിടയായി തീർന്നു. ചെറിയ ഒരു കാര്യമല്ല നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന്, അതിനെ പ്രവർത്തിക്കുവാൻ നിലനിൽക്കുന്നതായ ജീവൻ നൽകുന്നതായ ശക്തിയുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വിത്തായി ഈ ദൈവവചനം നമ്മുടെ കയ്യിലിരിക്കുന്നത്. യാക്കോബ് 1:18 പറയുന്നു, അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് എന്താണ്? സത്യത്തിന്റെ വചനത്താലാണ്. സത്യത്തിന്റെ വചനത്താൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളെ ഓരോരുത്തരെയും ജനിപ്പിച്ചിരിക്കുന്നു. സത്യവചനം എന്ന് പറയുന്നത് നമുക്ക് യേശുവാണെന്നറിയാം. യേശുവിനുള്ള വചനങ്ങളാണ് ഇത് മുഴുവൻ എന്ത് നൽകുന്നതാണ്? ഇത് ചെന്ന് ചേരുന്നിടത്ത് എന്തായി തീരുമെന്നാണ് പറയുന്നത്? ഇത് വിഷമായി തീരുകയില്ല, ഇത് പഥ്യമായി തീരും, ഇത് രോഗത്തെ മാറ്റും, ശാപത്തെ മാറ്റും, ഇത് ജീവൻ നൽകും, ഇല്ലേ? ഇതെല്ലാം നമ്മൾ പറയുന്നു. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് എത്രമാത്രം നമ്മളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇത്രയും ശക്തമായ കാര്യങ്ങൾ ഇതിൽ ഉള്ളപ്പോഴും നമ്മൾ പലപ്പോഴും അനുഭവിച്ചറിയുമ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇതിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാനിടയായിട്ടാണ്. ഇത് യഥാർത്ഥമായും എടുത്തുപയോഗിച്ചാൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. തീർച്ചയായും നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. നമ്മൾ ഇന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥകളായിരിക്കില്ല പിന്നെ നമുക്കുണ്ടാകാൻ പോകുന്നത്. എബ്രായർ 11:3 പറയുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ അവിടെയും എന്താണ് പറയുന്നത്? ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്, അല്ലേ? ലോകം ആരാലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് എങ്ങനെയാണെന്നുള്ളത്. കാരണം സ്കൂളിൽ പോയി വേറൊന്ന് പഠിക്കുന്നതിന് മുമ്പേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് അറിഞ്ഞിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നമ്മളിത് പറഞ്ഞു കൊടുക്കും. പക്ഷെ എത്ര വട്ടം നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ട് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ, സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദൈവവചനത്താലാണെന്ന്? ഈ ലോകത്തിലെ മുഴുവൻ സൃഷ്ടിയും മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന്റെ ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ നമ്മളുടെ ചെറുതായ വിഷയങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയില്ലേ?
നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന, വേദനപ്പെട്ടിരിക്കുന്ന, ശൂന്യതയെന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ പ്രവർത്തിക്കാൻ ദൈവവചനത്തിന് കഴിയില്ലേ? നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന ആളുകളിൽ മേൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? തീർച്ചയായും ഈ ദൈവവചനത്തിന് കഴിയുമില്ലേ? ലോകം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദൈവവചനത്താലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയില്ല എന്ന് വിചാരിക്കുന്ന വിഷയത്തിനുമേൽ ഈ വചനം ഒന്ന് ഇറങ്ങിച്ചെന്നാൽ, ഈ വചനത്തെ നമ്മൾ വിശ്വാസത്തോടൊന്ന് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഇത് ഭയങ്കരമായ വ്യത്യാസങ്ങളെ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില ഉത്ഭവങ്ങൾ, ചില സൃഷ്ടികൾ, ചില മാറ്റങ്ങൾ, രൂപാന്തരങ്ങൾ ഇതിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ദൈവവചനത്തിന് അത്രമേൽ ശക്തിയുണ്ട്. അത് വിത്തെന്ന് നമ്മൾ പറയുമ്പോൾ അത് പുറപ്പെടുവിക്കുന്നതാണ്, സൃഷ്ടിയാണ്, അത് ശക്തിയുണ്ട്. അത് വെറുതെ വേറൊരു വചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. യെശയ്യാവ് 55:10-11. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ വചനം എന്താണ്, അത് അയച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ പ്രവൃത്തി ചെയ്യാതെ, എൻ്റെ ഇഷ്ടം ചെയ്യാതെ അത് മടങ്ങി വരികയില്ല. ഒരു വചനത്തിൻ്റെതായ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് എറിഞ്ഞതായ വിത്ത്, അതിന് ഫലം കണ്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചാലും വിശ്വസിക്കുക, അതിന് ഫലം കാണും. അതതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. നമ്മൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോ, തീർച്ചയായിട്ടും അതിന്മേൽ ഒരു ഫലമുണ്ട്. അത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം. എൻ്റെ വചനം, എൻ്റെ പ്രവൃത്തി അത് ചെയ്യാതെ, തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ മടങ്ങി വരികയില്ല. മറിച്ച് എന്ത് ചെയ്യും? ദൈവം ഉദ്ദേശിക്കുന്നതും ഇച്ഛിക്കുന്നതും ആയ കാര്യങ്ങളെ നിറവേറ്റിയിട്ടേ അത് മടങ്ങി വരികയുള്ളൂ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് എറിയാതിരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് എറിയുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ദൂതന്മാർക്കും കൂടെ. നമ്മളൊരു പാട്ട് പാടത്തില്ലേ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതിലുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ച് എനിക്ക്, ഇല്ലേ? അത്രയും ഒരു യോഗ്യത നമുക്ക് തന്നിട്ട്, അങ്ങനെ ഒരു ഭാഗ്യം തന്നിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. ഈ വിത്ത് കൂടിക്കിടന്ന് നമ്മുടെ കളപ്പുഴയിൽ കിടന്നിട്ട് നഷ്ടപ്പെടുത്തി കളയാനാണോ നമ്മൾ വെച്ചിരിക്കുന്നത്? കൂട്ടിയിട്ട് കളഞ്ഞാൽ അതിനൊരു കണക്ക് പറയേണ്ട സമയം വരും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നന്ദിയില്ലാത്തവരാകരുത്. ഞാൻ എന്നെ കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നന്ദിയില്ലാത്തവരാകരുത്. ഈ വിത്തിനെ ഒരിക്കൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ നമുക്കിത് തിരിച്ചറിഞ്ഞത്? അവ വന്നു, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിച്ചു. നമ്മൾ ഈ സത്യദൈവമായ യേശുവിനെ തിരിച്ചറിഞ്ഞ് ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരായി, വിടുവിക്കപ്പെട്ടവരായി, നിത്യജീവൻ അവകാശികളായി ഇരിക്കെ നമ്മളുടെ മേൽ ദൈവം ചില അവസരങ്ങളെയും ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. അവ ചെയ്യാതെ ഈ ലോകത്തിലെ മാത്രം സന്തോഷങ്ങളിൽ അനുഭവിച്ച് ഇത്ര വ്യർത്ഥമായി പോകാൻ നമുക്ക് എങ്ങനെ കഴിയുന്നു? വിത്ത് കളപ്പുഴയിൽ കൂട്ടിയിടുവാനുള്ളതല്ല, അത് എറിയേണ്ടവൻ എറിയാനുള്ളതാണ്. അത് നമുക്ക് അവകാശമുള്ളതല്ല. ഇത് നമ്മളിന്മേൽ ഏൽപ്പിച്ച വ്യക്തിയുണ്ട്. സകല ജീവൻ കൊടുത്തും സകലതും കൊടുത്ത് നമ്മളിന്മേ ഏൽപ്പിച്ച ഒരാളുണ്ട്. അവന് മുമ്പാകെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമ്മൾ ജോലിക്കാരാണ്, വേലക്കാരാണ്. അവയെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. നിലമെല്ലാം റെഡിയാക്കി ഇട്ടിട്ട് ഈ വിത്ത് എറിയേണ്ട ആള് വിത്തെറിയാതെ വീട്ടിൽ പോയിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? കൊയ്ത്തുകാലം ആകുമ്പോൾ അതിൻ്റെ ഫലം നോക്കുവാൻ യജമാനൻ വരുമ്പോൾ വേലക്കാരൻ വേല ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കയ്യിൽ വലിയ വിത്ത് ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വിത്ത് വെറുതെ അല്ല, നമ്മൾ എറിഞ്ഞാൽ മാത്രം മതി, ബാക്കിയൊന്നും ചെയ്യാൻ പോകണ്ട. ബാക്കിയൊന്നും നമ്മൾ പ്രയത്നിച്ചു. ചിലവർ പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഞാൻ കഷ്ടപ്പെട്ട് അവിടെ പ്രയത്നിച്ചു. അല്ല, മാനം മഹത്വം ദൈവത്തിനുള്ളതാ. നമ്മൾ എറിയുക, അതിന്മേൽ വിശ്വസിക്കുക. ബാക്കി പ്രവൃത്തി അതിന്മേൽ ഇറ്റ്സെൽഫ് അതിനൊരു ശക്തിയുണ്ട്. വചനത്തിന്മേലൊരു ശക്തിയുണ്ട്.
ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അതിമേ ദൈവം അത് പ്രവർത്തിച്ചോളും. എറിയ ഏൽപ്പിച്ചെങ്കിൽ എറിയുക, സമാധാനത്തോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ അവിടെ നിന്ന് മാറി നിൽക്കുക. വളർത്തുന്നത് വേറൊരു ദൈവം അത് വളർത്തുന്നത് കാണുവാൻ കഴിയും. നനയ്ക്കുന്നത് ചിലപ്പോൾ വേറൊരാളായിരിക്കും, അതിനെ പരിപാലിക്കുന്ന വേറൊരാളായിരിക്കും. പക്ഷെ ഇതിന്റെ ഒന്നും മഹത്വം നമ്മൾ എടുക്കണ്ട. പക്ഷെ എറിയാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എറിഞ്ഞിരിക്കണം. അത് നമ്മുടെ കയ്യിൽ വെച്ച് കുമിഞ്ഞു കൂടി നാറി അത് കൃമി വന്ന് അങ്ങനെ നശിച്ചു പോകാനിടയാക്കില്ല. ഓരോ നശിപ്പിക്കുന്നതിനും നമുക്ക് എന്തുണ്ട്, കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അതുപോലെ എബ്രായർ 4:14 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ശക്തിയുള്ളതുമായി ഇരുവായ്ത്തുളയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവുന്നു. ഒരു ദൈവവചനത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എവിടം വരെ, ഏതറ്റം വരെ ഇറങ്ങി ചെല്ലുന്നു. ശക്തിയില്ലാതെയാണ് ഇരിക്കുന്നത് ദൈവവചനം. ദൈവവചനം വളരെ ശക്തിയേറിയതാണ്. അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പ്രവൃത്തി ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചിന്തിക്കില്ല, ഒരു വചനം എറിയുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ അത് ചെല്ലേണ്ടടുത്ത് അത് കൃത്യമായ ഒരു വാള് കണക്കെ ഇറങ്ങിച്ചെന്ന് എവിടെയൊക്കെ 3 തലങ്ങളെ അത് തൊടുവാനിടയായി തീരും. പ്രാണനെ, ആത്മാവിനെയും സന്ധിബജ്ജകളെയും ഒക്കെയും വേർപിടിപ്പിച്ച് തുളച്ചു ചെന്ന് ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിക്കുമാവുന്നു. ദൈവത്തിന് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അല്ലേ? അത്രയും പ്രവൃത്തി ചെയ്യുന്ന ശക്തമായ കാര്യമാണ് ദൈവവചനമാകുന്ന വിത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് വിശ്വസിക്കുകയും സ്വന്തം ജീവിതത്തിൽ തന്നെ നമ്മളത് പ്രാക്ടിക്കലാക്കണം. നമ്മുടെ ഏത് വിഷയത്തിന്മേലും, എത്ര ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേലും ഈ ദൈവവചനം എടുത്തിട്ട് നമ്മളൊന്ന് വിശ്വാസത്തോടെ ഉറക്കെ പറയുവാൻ ഇടയായി തീരണം. എൻ്റെ ജീവിതത്തിന്മേൽ ദൈവം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവിക്കുവാനിടയായി തീരും. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയായി തീരും. അതിന് വേറൊരാളും വന്ന് നമ്മളുടെ മേലെ ഒരു തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക ഒന്നും ചെയ്യേണ്ട. ഇത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. ഇതിലെ വിശ്വാസത്താൽ നമ്മൾ എടുക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തിയെ അറിയിക്കുന്നത് കാണുവാനിടയായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങണമെന്നല്ല, അത് മറ്റുള്ളവർക്കും കൂടി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയിടയായി തീർന്നു. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും അത് പറയേണ്ട ഒരു അത്യാവശ്യവുമാണ്. കാരണം ഇത് എവിടെ വീഴണം എന്നുള്ളത് ഇതിൽ വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ സംസാരിക്കാത്തത്. ഇത് നല്ല മണ്ണിൽ വീഴുന്നതിനെ കുറിച്ചാണ് നല്ല ഫലം കഴിക്കുന്നതായിട്ട് പറയുന്നത്. ഈ നല്ല മണ്ണെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൃദയമാണ്. ഓരോ വെട്ടവും ദൈവവചനം നല്ല മണ്ണിലാണോ വീണത് എന്ന് നമ്മളെ തന്നെ നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? ശോധന ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എന്നിൽ നിലനിൽക്കുമോ? പിശാച് എടുത്തോണ്ട് പോകുന്നതായിട്ട് എന്തെങ്കിലും എന്നിലുണ്ടോ? ഇതിനെ ഞെരുക്കി കളയുന്ന മുള്ളുകൾ എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് നല്ല ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വീഴുന്നതൊക്കെയും എന്തായി തീരും? നല്ല ഫലങ്ങളായി തീരുവാനിടയായി തീരും. നല്ല ഫലങ്ങളായിട്ട് ഒരു വാക്യം വായിക്കുന്നുണ്ട്, നമ്മൾ ജീവന്റെ ഉറവിടം ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനം ജീവന്റെ ഉറവിടമായ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ആ ജീവിതം എത്ര ശ്രേഷ്ഠമായിരിക്കും, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവവചനം നിറഞ്ഞാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ്. കാരണം ജീവന്റെ ഉറവിടം ഹൃദയമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ഹൃദയത്തിൽ ദൈവവചനം നിറഞ്ഞിരുന്നാൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെയും എന്തായിരിക്കും? ജീവന്റെ തന്നെ വഴിയായിരിക്കും, ശാപമായിരിക്കില്ല. നമ്മൾ സംസാരിക്കുന്നത് ആർക്കൊക്കെ അനുഗ്രഹമായിരിക്കും? നമുക്ക് തന്നെ അനുഗ്രഹമായിരിക്കും, നമ്മളെ കേൾക്കുന്നവർക്കും അനുഗ്രഹമായിരിക്കും. അത് ചെല്ലുന്നിടത്തേക്ക് എന്തായിരിക്കും? ജീവനെ ഉണ്ടാകത്തുള്ളൂ, അത് ശാപത്തിന് കാരണമായി തീരുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിച്ച്, നമ്മുടെ ഹൃദയത്തെ പരിപാലിച്ച് അത് നല്ല മണ്ണായി, ഈ വചനം വെറുതെ വന്ന് ശത്രു എടുത്ത് കളയുന്ന ഇടമായിട്ടല്ല, മുള്ളുകൾ ഇറങ്ങിയിരിക്കുന്ന ഇടമായിട്ടല്ല, പാറക്കെട്ടായിട്ടല്ല, നല്ല മണ്ണ് പോലെ ഹൃദയത്തെ ഒരുക്കി കൊടുത്താൽ ഈ വചനം നമ്മളിൽ വീഴുകയും ചെയ്യും. അത് അതിൻ്റെതായ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് അത് നമുക്ക് മാത്രമല്ല അനേകർക്ക് പ്രയോജനമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ഈ ദൈവവചനം എന്ന് പറയുന്ന വിത്ത് അതൊരു സാധാരണ വിത്തല്ല, അതൊരു അത്ഭുത വിത്താണ്. സൃഷ്ടിക്കപ്പെടുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ സകല ശക്തി നിറഞ്ഞിരിക്കുന്ന ഈ വിത്ത് നമ്മുടെ ജീവിതത്തിന് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു പുതിയ വചന വെളിപ്പാടല്ല ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് അനേകർക്കുള്ള അറിവ്, അതിൽ കുറച്ച് അംശങ്ങൾ ഞാനിന്ന് ഇതിനായിട്ട്
പ്രത്യേകം തയ്യാറാക്കി എടുത്തതാണ്. അതിനാധാരമായിട്ട് കൊലോസി ലേഖനം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കും. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. വരുവാനിരുന്നവരുടെ നിഴലത്ര. നിഴലിനെ കുറിച്ചും അതിൻ്റെ പൊരുളിനെ കുറിച്ചും ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, വരുവാനിരുന്ന ഒരു നിഴല് അത് എവിടെ തൊട്ട് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്താണ് പൊരുള്? പൊരുൾ യേശുക്രിസ്തു തന്നെയാണ്. വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെയും പറയാൻ ശ്രമിക്കുന്ന ഒരേ ഒരാളിനെ ആരെ കുറിച്ചാണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. പൊരുൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ചെറിയൊരു നിഴലുണ്ട്, വളരെ ചെറിയൊരു നിഴൽ. എപ്പോഴാണ്? ആദാമിനെയും ഹവ്വയും അവരുടെ നാണം മറച്ചപ്പോൾ. ആരും ചിന്തിക്കരുത് അവരുടെ ശരീരഭാഗം മറച്ചതാണ് നാണമെന്ന്. അല്ല, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് അവർക്ക് സംഭവിച്ചു. അതിനൊരു മറ ഉണ്ടാക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ നോഹയുടെ പെട്ടകത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ചെറിയൊരു നിഴലുകൾ. അത് കഴിഞ്ഞ് പിന്നെയും പല സ്ഥലത്തും ചെറിയ ചെറിയ നിഴലുകൾ ഇങ്ങനെ കണ്ട് ഏറ്റവും വലിയ നിഴൽ വരുന്നത് മോശയുടെ അടുത്തെത്തുമ്പോഴാണ്. അല്ലെങ്കിൽ ചരിത്രത്തിൽ വളരെ നന്നായിട്ട് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു നിഴൽ പെസഹ എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയും. പെസഹ എന്താന്ന് നമുക്കറിയാം. ഒരാടിനെ ആദ്യമായി അവർ പെസഹ ആചരിച്ചത് ഒരാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പഴിമേലും പുരട്ടിയതാണ് പെസഹ. അതിൻ്റെ ഓർമ്മ പിന്നീട് അങ്ങോട്ട് പുതുക്കി വരികയാണ്. ഇനി ആ പെസഹ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പത്താം തീയതി ഒരു ആട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടും എല്ലാ വീട്ടിലും. ഇതിലൊന്നിനെ മാറ്റിക്കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിൽ ചിന്തിച്ചു നോക്കിയാൽ 14-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ കുറച്ച് പേരെങ്കിലും ഈ ആടുമായിട്ടൊരു സൗഹൃദത്തിലാവും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിനെ ഒന്ന് വെട്ടാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ വീട്ടിലാരും ചെയ്യും. ഇതിനൊരാളിനെ കിട്ടാൻ പാടായിരിക്കും. പതിനാലാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ 14-ാം തീയതിയാണ് യേശുക്രിസ്തു കഴുതപ്പുറത്ത് കയറി തന്നെ യാഗമൃഗ ഞാനാണ് എന്ന് കൃത്യമായി അവർക്ക് കാണിച്ചു കൊടുത്തത്. ഈ ആട്ടിൻകുട്ടിയെ 4 ദിവസം കിട്ടുന്ന എന്തിനാണെന്നറിയാമോ? ഊനമൊന്നുമില്ല എന്നറിയിക്കാൻ. അൺബ്ലമിഷ്ഡ് ആണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. പുരോഹിതനൊക്കെ വന്ന് കാണുന്ന രീതികളൊക്കെ ഉണ്ട് പലർക്കും. അപ്പൊ ആര് വന്നാലും ഇതിന് ഒരു ഊനവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു നേരത്തെ അതുപോലെ തന്നെ ആ മാതൃകയിൽ തന്നെ പട്ടണത്തിലേക്ക് വന്ന് തന്നെ കാണിച്ചു കൊടുത്തത്. ഊനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള സാവകാശമുണ്ട് 4 ദിവസം. ദൈവത്തിന് സ്വാഗതം. നമുക്കിന്ന് നന്നായിട്ട് അറിയാം, പല ദിവസവും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. യേശുക്രിസ്തു മരിക്കേണ്ടത് ഏത് ദിവസമാണ്? സത്യം പറഞ്ഞാൽ കൊലോസി ലേഖനത്തെ കുറിച്ച് ആകെ ഒരു നിർദ്ദേശം പറഞ്ഞത് സാജനാണ്. ആദ്യത്തെ ദിവസം അതിന്റെ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ
ചെറുതായിട്ടൊരു ചെറിയ തോന്നൽ ഇങ്ങനെ വന്നു, സാജൻ നമുക്ക് ഒരു പണി തന്നതാണോ. പക്ഷെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനത് ആസ്വദിക്കാൻ തുടങ്ങി. സാജൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു സന്തോഷം തോന്നി. കാര്യം നമ്മളിവിടെ പഠിച്ചിട്ടില്ലാത്തൊരു പുസ്തകമാണ് എന്ന് മാത്രമല്ല, മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അത് സഹായിച്ചു. അതുമല്ല, കഴിഞ്ഞ 1-2 ക്ലാസ്സുകളെങ്കിലും വന്ന പലരും ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. പെസഹായിലാണ് യേശുക്രിസ്തു ലക്ഷ്യം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതിനു മുൻപ് പല തവണ ലൂക്കോസ് 4:28-29 പറയുന്നു, അവനെ തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അത് കഴിഞ്ഞ് യോഹന്നാൻ 5:18 പറയുന്നു, അവനെ അധികമായി കൊല്ലുവാൻ ഒരു സംഘം ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ 11:53, 8:59 അവനെ കൊല്ലാൻ അവര് ആഗ്രഹിച്ചു. ദൈവത്തിന് സ്വാതന്ത്ര്യം. എന്താ? പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? യേശുവിന്റെ ലക്ഷ്യം നടക്കരുത്. ചില നേരത്തെ അങ്ങ് സംഗതിക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ യേശുവിന്റെ ലക്ഷ്യം എന്താ? ദിവസം നേരത്തെ കുറിച്ചിട്ടേക്ക് പദ്ധതി കൃത്യമായിട്ട് തയ്യാറാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലതവണ അപകടപ്പെടുത്താൻ നോക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള രംഗമാണ് യേശു പടകിൽ കിടന്ന് ഉറങ്ങുകയും ശിഷ്യന്മാര് യേശുവിനെ വിളിച്ചുണർത്തി. എനിക്ക് തോന്നുന്ന ഒരല്പം നീരസത്തോടെയുള്ള ഒരു സംഭാഷണമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ആകാൻ വഴിയില്ലെന്ന് ഞാൻ കരുതുകയാണ്. കാര്യം യേശു ക്രിസ്തുവിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാനെന്ത്? എന്റെ ഒരു സങ്കല്പമാണ്, യോഹന്നാൻ സ്നാപകൻ ആ പടകിൽ ഉണ്ടായിരുന്നെങ്കിൽ ശിഷ്യന്മാരുടെ ഈ അങ്കലാപ്പ് കാണുമ്പോൾ പറഞ്ഞേനെ, എടാ, യേശുവിന് ഇന്ന് മരിക്കാൻ ഒക്കത്തില്ല. കാര്യം കൃത്യമായിട്ട് ദൂരെ നിന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് പറഞ്ഞാൽ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അബ്രഹാം പണ്ട് പറഞ്ഞതാണ് മോന്റെ അടുത്ത്, ഇതാ വരുന്നുണ്ടെന്ന്. അത് വളരെ കൃത്യമായിട്ട് കണ്ട് അതേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞയാളാണ് യോഹന്നാൻ സ്നാപകൻ. അവന് മരിക്കാൻ പറ്റിയ സമയമുണ്ട്, അവൻ നിശ്ചയിച്ച സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 26:3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കും. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയ്യപ്പ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി. യേശുവിന് ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാളി അരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഉദ്ദേശിച്ച സമയത്ത് നടക്കാതായപ്പോ പെരുന്നാൾ അടുത്ത് വരുന്നു. ഈ ചിന്ത അടുത്ത ആരുടെയാ? നമ്മൾ വിചാരിക്കും മഹാപുരോഹിതന്റെയാണ്, അല്ലേ? അല്ല. ഈ ലക്ഷ്യത്തെ തകർക്കാൻ വർഷങ്ങളായി പരിഗണിച്ച് അല്ലെങ്കിൽ അതിനെ പരിശ്രമിക്കുന്ന ഒരാളുണ്ട്. അവരടുത്ത പദ്ധതി എന്താ? ഈ ലക്ഷ്യം കഴിഞ്ഞു പോകണം. ആദ്യത്തെ എന്തായിരുന്നു? ലക്ഷ്യത്തിന് മുമ്പേ അവനെ തീർക്കണം. അടുത്ത എന്തായി? ലക്ഷ്യം കഴിഞ്ഞു പോകട്ടെ. ഇനി അതിന്റെ വസ്തുത മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു സ്ലൈഡ് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങളത് കാണുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ ഇവിടുത്തെ ഈദ് പെരുന്നാള്, ഓണം, ഇതൊക്കെ വരുന്നത് ഇന്ന വർഷത്തിൽ ഇന്ന ദിവസമാണെന്ന് നമുക്കിന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് വേറെ ഒരു കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി ആയതുകൊണ്ട് ഓരോ ദിവസവും ഇതിന്റെ വഴികൾ ഇങ്ങനെ വീക്ക് ഡേ എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വീക്ക് ഡേ മാറിപ്പോയാൽ ഇത് നടക്കാതെ വരുന്ന അല്ലെങ്കിൽ അടുത്ത പിന്നെ 2-3 വർഷം പോലും ഏറ്റവും കുറഞ്ഞത് നടക്കത്തില്ല. AD 34 എൻ്റെ ഓർമ്മ ഇത് സംഭവിച്ചതെന്ന് കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനൊരു ചെറിയ പ്രശ്നം ഈ റിസർച്ച് ചെയ്യുന്നവർക്കുള്ളത്, യേശുക്രിസ്തു ജീവിക്കുന്ന കാലത്ത്, ജനിച്ച കാലത്ത് മുതലുള്ള സമയങ്ങളിൽ
അവർ വളരെ കൃത്യമായിട്ടല്ല പെസഹ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും അവരെ വിളവെടുപ്പും മറ്റു പല കാര്യങ്ങളും കൂടെ പരിഗണിച്ചിട്ടായിരുന്നു അവർ പെസഹ തീരുമാനിച്ചിരുന്നത് കൊണ്ട് ഇതിൽ പുറകിൽ നിന്ന് പോയി ട്രേസ് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ലെങ്കിലും ഒരു വിധത്തിൽ അവർ 34 പറയുന്നുണ്ടോ, അതിനൊരു കാരണമുണ്ട്. അതിന് കാരണം ഈ സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒമ്പതാം തീയതി തൊട്ട് നോക്കിക്കണം. ചെറിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്ന വായിക്കാൻ പറ്റുന്നുള്ള കുറച്ച് പേർക്കെങ്കിലും, ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. വേദാന്യ വൈകിട്ട് അത്താഴം കഴിക്കുന്നു. അവിടെ സ്വച്ഛജലമാംസി തൈലം മറിയ യേശുവിന്റെ തലയിന്മേൽ ഒഴിക്കുന്നു. 11-ാം തീയതി, അതാണ് കഴുതപ്പുറത്ത് പട്ടണത്തിലേക്ക് യേശു വരുന്നു. ഞായറാഴ്ചയാണ്. അടുത്ത 2-3 ദിവസം പകൽ ദൈവാലയത്തിലും വൈകിട്ട് ഒലിവ് മലയിലുമായിട്ട് യേശു കഴിയുന്നു. 13-ാം തീയതി വൈകിട്ട് ശിഷ്യന്മാരുമായുള്ള അത്താഴം. 14-ാം തീയതി രാവിലെ വിചാരണ. ക്രൂശ് മരണം അത് കഴിഞ്ഞ ഉടനെ പെസഹ ആരംഭിക്കുന്നു. അങ്ങനെയാണത് വരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ദിവസം ആരംഭിക്കുന്നത് വൈകിട്ടായത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞ് സ്ത്രീകൾ സുഗന്ധം പൂശാൻ വരുന്നു. 16-ാം തീയതി ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അവിടെ. പെസഹ എന്ന് പറയുന്ന ശബത്ത് അവിടെ വരുന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് വീണ്ടും 17-ാം തീയതി അടുത്ത ശബത്ത്. 18-ാം തീയതി ആദ്യ ഫല പെരുന്നാൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെസഹ ബുധനാഴ്ച വരുന്ന ഒരു വർഷം ഇനി അടുത്ത് ഉടനെ കിട്ടത്തില്ല. വന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന് ഞായറാഴ്ച എഴുന്നേറ്റേ ഒക്കൂ. അതൊരു നിർബന്ധമാണ്. കാര്യം ഉയർപ്പ് ഞായറാഴ്ചയാണെന്നുള്ളത് നേരത്തെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബുധനാഴ്ച മരിച്ച യേശുക്രിസ്തു ഞായറാഴ്ച ഉയർക്കുന്ന എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു അതിനെ പറഞ്ഞ അടയാളമുണ്ട്. എന്താണ്? 3 രാവും 3 പകലും കഴിഞ്ഞിട്ട് യേശുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. ദൈവത്തിന് സ്വാഗതം. അതാണ് ഈ സ്ലൈഡ് എന്ന് പറഞ്ഞ ഇതിന്റെ ആ കാര്യങ്ങൾ ക്രമീകരിച്ചേക്കുന്നതിന്റെ ആ പ്രത്യേകത. ആ കലണ്ടറിൽ കൃത്യമായിട്ട് ഒരു സമയത്തെ അത് നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്ലൈഡ് കാണിച്ചത്. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യഫല പെരുന്നാൾ. ആദ്യഫല പെരുന്നാൾ എന്താണെന്ന് ചോദിച്ചാൽ, ലേവ്യ 23-ന്റെ 10-15 2 വാക്യങ്ങളൊന്ന് വായിച്ചു. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സംഗതിയാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിനെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. ആദ്യത്തെ കറ്റ മാത്രം. ഓക്കെ, ഇനി അടുത്തത് 15-ാം വാക്യം. ശബത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തിരിയണം. എന്ന് തൊട്ടാണ് ശബത്തിന്റെ പിറ്റേന്നാൾ. ശബത്ത് എന്നാ? ഡേറ്റ് മാത്രം പറഞ്ഞാൽ, ഡേറ്റ് അല്ല, ദിവസം പറഞ്ഞാൽ മതി. ശനിയാഴ്ച. അപ്പോ എന്നോട്ടാ തുടങ്ങണ്ടേ? ഞായറാഴ്ചയായിരിക്കണം എന്ത് കൊണ്ടുവരേണ്ടത്? കറ്റ കൊണ്ടുവരേണ്ടത്. കറ്റ കൊണ്ടുവരേണ്ടത് ഞായറാഴ്ച. ആദ്യ ഫല പെരുന്നാൾ എന്ന് പറഞ്ഞ സംഗതി. മരിച്ചവരുടെ ആദ്യ ഫലമായ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കേണ്ടത് എന്നാണ്? ഞായറാഴ്ച. ഈ ഞായറാഴ്ചയും പെസഹയും തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഈ ക്രമീകരിച്ചേക്കുന്ന ദിവസമേ നടക്കും. ഇതിന്റെ ആ കൃത്യത മനസ്സിലാകും. ഇതുകൊണ്ടാണ് യേശു യൂദരുടെ പറഞ്ഞ്, നീ പോകാനുള്ള ഇച്ചിരി വേഗത്തിൽ കാര്യങ്ങൾ അങ്ങ് ചെയ്യാം. എന്തോ പറയുന്നത്? എനിക്കുള്ള ആണി പോയി റെഡിയാക്കിക്കോളാം. ആരെങ്കിലും പറയുന്ന കാര്യമാണോ? ഇച്ചിരി കൂടെ നീക്കാനേ നോക്കൂ. പ്രയാസമുള്ള കാര്യമാണ്. നമ്മളെക്കുറിച്ച് മാത്രമല്ല, യേശുവിനെ സംബന്ധിച്ചും പ്രയാസമുള്ള കാര്യം. ആണിയല്ല, അതിനുശേഷമുള്ള ചില സംഗതികളുണ്ട്, നമുക്കറിയാം. ആ പ്രതിസന്ധി അഭിമുഖീകരിച്ചത് വളരെ സന്തോഷത്തോടെയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാര്യം എന്താ? നമ്മുടെ പാപങ്ങൾക്ക് ഉത്തരവാദിയായി നിൽക്കേണ്ടി വരുമ്പോ യേശുവിന് കഴിയാത്തൊരു വസ്തുതയാണ്. പാപത്തിൽ നോക്കാൻ കഴിയാത്ത കണ്ണുള്ളവൻ എന്ന് വിശേഷണമാണ്. ദൈവത്തിന് സ്വാഗതം. എന്തിനാ ഈ പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലേ? മനസ്സിലാക്കാം.
ആ ദിവസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യ ഫല പെരുന്നാൾ. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചൊവ്വാഴ്ച പെസഹയാണെന്നിരിക്കട്ടെ, ആദ്യ ഫല പെരുന്നാൾ എന്നായിരിക്കും. ഞായറാഴ്ച. തിങ്കളാഴ്ച പെസഹയാണെങ്കിൽ ആദ്യ ഫല പെരുന്നാൾ എന്നായിരിക്കും. ഞായറാഴ്ച. വ്യാഴാഴ്ച ആദ്യ പെസഹയാണെങ്കിൽ ആദ്യ ഫല പെരുന്നാൾ എന്നായിരിക്കും. ഞായറാഴ്ച. വെള്ളിയാഴ്ച ആദ്യ പെസഹയാണെങ്കിൽ ആദ്യ ഫല പെരുന്നാൾ എന്നായിരിക്കും. ഞായറാഴ്ച ആയിരിക്കും. ഞായറാഴ്ച എന്നുള്ളത് അവിടെ മാറുന്നില്ല, ആദ്യ ഫല പെരുന്നാൾ. അതുകൊണ്ടാണ് ഈ ദിവസ ക്രമീകരണത്തിന്റെ പ്രശ്നം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യേശുവിന്റെ സമയ ക്രമീകരണത്തിന്റെ പ്രത്യേകത മനസ്സിലാവുന്നുണ്ടോ? എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ആ വാർഷികം ആഘോഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിന്റെ ആ ഒരു സത്യം ഇത് പറയുമ്പോൾ എത്ര തവണ പറഞ്ഞാലും എനിക്ക് രോമാഞ്ചം ഉണ്ടാകും. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ഒരു ഫീലിംഗ് എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായെന്ന് പറയാൻ കഴിയും. ഇത് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എത്ര തവണ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാര്യം ഈ ഒരു വികാരം ഉള്ളിലോട്ട് കയറിയാലുണ്ടല്ലോ നമ്മുടെ ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. എന്ന് മാത്രമല്ല, ഈ ദൈവം അല്ലെന്ന് നമ്മുടെ ജീവിതത്തിൽ 10,000 പേര് ചുറ്റും നിന്ന് പറഞ്ഞാലും തോന്നത്തില്ല. കാര്യം ഇതുപോലെ ക്രമീകരിച്ച് നേരത്തെ പറഞ്ഞേച്ച് ഭൂമിയിൽ വന്ന് ചെയ്ത ഒരാളും ഇന്ന് ലോകത്തില്ല. ചരിത്രത്തിൽ എടുക്കാൻ ഒരാളില്ല. ചരിത്രത്തിൽ പോയിട്ട് കെട്ടുകഥയിൽ എടുക്കാൻ ഒരാളില്ല. നമ്മുടെ രാജ്യത്ത് കെട്ടുകഥകളുള്ള ഒത്തിരി ദൈവങ്ങളുണ്ട്. കെട്ടുകഥയെ പോലെ ഇത്രയും കൃത്യതയായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു ദൈവത്തെ എടുക്കാനില്ല. കൊണ്ടേ കൊണ്ടുപോവാ. അവിടെ സംഭവം ഇരിക്കുന്നത്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദികൾ പുസ്തകം എഴുതിയപ്പം നിരീശ്വരവാദികളുടെ തലവൻ തന്നെ പറഞ്ഞു, നീ പോഷത്വ കാണിച്ചത് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അല്ലാത്തവർ ചരിത്രം എഴുതിയിട്ടുണ്ട് യേശുവിനെ കുറിച്ച്, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഈ കലണ്ടറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ചു പേർക്കെങ്കിലും ഇത് കഴിയുമ്പോൾ സ്ലൈഡ് ചോദിക്കുന്നുള്ളവരെ കൈവക്കി ചോദിക്കണം. പണ്ട് ബൈബിൾ ക്ലാസ് ഇരുന്ന് നോട്ട് എഴുതി എടുക്കാത്തവർ ഇപ്പൊ ദുഃഖിക്കുന്നുണ്ട്. ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി കളവാണല്ലോ. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നവർ നോട്ട് എഴുതിയെടുക്കണം. നിങ്ങൾ പാസ്സാവും എന്നുള്ളതിന് ഒരു സംശയവും. കാര്യം നിങ്ങൾ എനിക്ക് തന്ന പണി നിങ്ങൾ ഇവിടെ തീർത്തേച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായോ. ദൈവത്തിന് സ്തോത്രം. ഇനി ലേവ്യ 23 10 മുതൽ 10-15 2 വാക്യം. സോറി 10-15 10 വായിച്ച അല്ല, ശവത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എന്നുള്ളൊരു വാക്യമാണ്. എത്രാം വാക്യമാണ്? 15-ാം വാക്യം. വായിച്ചു. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമായിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. യഹോവയുടെ ആദ്യ വിളവ് എത്ര ദിവസമാണെന്നറിയാം? 7 ശബത്ത് എണ്ണണം. പെസഹ കഴിഞ്ഞുള്ള ശബത്ത് തൊട്ട് 7 ശബത്ത് എണ്ണി തൊട്ടടുത്ത ദിവസം ആദ്യ വിളവെടുപ്പ്. മറ്റേത് ഏതായിരുന്നു? ആദ്യ ഫലം. ഇത് ആദ്യ വിളവെടുപ്പ്. ഇതിനെയാണ് നമ്മൾ പറഞ്ഞ പെന്തക്കോസ്ത്. ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ഇവിടെ കഴിക്കുന്ന അപ്പത്തിന് പുളിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഇസ്രായേലിലാണെങ്കിൽ നമ്മൾ സന്തോഷിക്കാൻ പോകുന്ന ഒരു ദിവസം പെന്തക്കോസ്ത് ആയിരിക്കും. പുളിപ്പില്ലാത്ത അപ്പം കഴിച്ചവർക്ക് അറിയാതെ എന്ന് പറഞ്ഞാൽ മാവിന് ഒരു ഗുണവും കാണത്തില്ല. ചുട്ടെടുക്കുന്ന ഉടനെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മോണയും പല്ലും കഴിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പ്രത്യേകത തന്നെ. അതുകൊണ്ടാണ് എല്ലാവരും പുളിപ്പിച്ച് കഴിക്കുന്നത്. അപ്പോ ഈ പെരുന്നാളിന്റെ മാത്രമുള്ള പ്രത്യേകത പുളിപ്പുള്ള അപ്പം കഴിക്കും. പുളിപ്പ് എന്തിനെ കാണിക്കുന്നു? ഇതാണ് പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്ന ആ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി. വീണ്ടും അടുത്ത ക്രമീകരണം കണ്ടു. ഞാൻ പറയുന്ന സ്വപ്നമൊന്നുമല്ല,
യേശുക്രിസ്തു ചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതിന് ശേഷം ചെയ്ത് തീർത്ത് നമ്മുടെ മുമ്പിൽ ചരിത്രം പോലെ ശേഷിപ്പിച്ചേക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതുകൊണ്ടാ പത്രോസ് പറഞ്ഞ 2 തവണ പത്രോസിന്റെ മുമ്പിൽ വെച്ചാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത്. നേരിട്ട് കണ്ടവനാണ് ഞാൻ എന്ന് പറഞ്ഞേച്ച് പത്രോസ് പറയുന്നു, പ്രവാചക വാക്യം അധികം ശക്തമായിട്ട് നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഈ കണ്ട 2 സാക്ഷ്യത്തെക്കാൾ കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് ഉറപ്പ് നൽകുന്നത് പ്രവാചക വാക്യമാണെന്ന് കണ്ട പത്രോസ് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചു പേരെങ്കിലും, ഒരു 15% ബാക്കി ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞുതരാൻ വേണം. എനിക്ക് ഈ കാര്യത്തിന് അത്ര സന്തോഷമുണ്ട്. കാര്യം ഇത് നിങ്ങളുടെ തലയിലോട്ട് കയറിയാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ദൈവത്തെ ജീവിതത്തിൽ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. കാര്യം ഇതിനേക്കാൾ വലുതൊന്നും നിങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിക്കാൻ ഈ ലോകത്തിലില്ല. അതാണ് ദൈവത്തിന്. ഇനിയാണ് എൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ എത്തുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ 36:23-24 വാക്യം. എനിക്കറിയാം ചിലർക്കൊരു പുക പോലെയുള്ള അവസാനം എനിക്ക് തോന്നാക്ക ഒരു നിങ്ങൾക്കൊരു സൂചന കിട്ടുമെന്ന് എനിക്ക് ഞാൻ കരുതുകയാണ്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്നവർ അറിയും. ഇത് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഒരു വാക്യമാണ്. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. മതി. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന പ്രവാചകം ഇത് നടന്നോ? നടന്നു, നമ്മുടെ മുമ്പിൽ നടന്നു. 1948 ശേഷമല്ല എഴുതിയ വാചകമാണോ ഇത്? ആണോ? ഇത് ആ 48 മുമ്പ് വായിച്ചവരെ നിങ്ങൾക്ക് പോലും അറിയും. ഇതിന്റെ പവർ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ എഴുതി വെച്ചേക്കുന്ന വാക്യങ്ങളായി പുസ്തകമായിട്ട് നമ്മുടെ കയ്യിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നിസ്സാരമായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും പുസ്തകത്തിന്റെ വിലയല്ല, അതിന്റെ കണ്ടന്റിന്റെ വില ചെറുതൊന്നും അല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ലേവ്യ 23:24 വായിച്ചു. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹോദനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കും. മതി. മോശയെടുത്ത് പറഞ്ഞ നീ 2 കാഹളം ഉണ്ടാക്കണം, വെള്ളി കൊണ്ടുണ്ടാക്കണം. വെള്ളി എന്തിനെ കാണിക്കുന്നു അറിയാം? വെള്ളി രക്ഷയെ കാണിക്കുന്നു. ഈ 2 കാഹളം ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. പൊതുവെ ജനത്തെ കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ലക്ഷ്യത്തിലെത്തി. ഇനി നമ്മൾ കേൾക്കാനുള്ള കാഹളത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? 1 Corinthians 15:52. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മതി. ഇനി തൊട്ടടുത്ത പെരുന്നാള് കാഹള പെരുന്നാളാണ്. 4 പെരുന്നാൾ നമുക്ക് മുമ്പിൽ കൃത്യതയോടെ നടന്നെങ്കിൽ 5-ാമത്തെ പെരുന്നാൾ നടക്കത്തില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വിശ്വാസം പാഴാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ കഴിഞ്ഞ 5 പെരുന്നാൾ വാസ്തവമായി സംഭവിച്ചുവെങ്കിൽ, നമുക്കത് ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അടുത്ത പെരുന്നാളും നമ്മുടെ മുമ്പിൽ നടക്കും. നമ്മൾ അതിന്റെ അനുഭവസ്ഥരാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഈ പെരുന്നാളുകളുടെ പ്രത്യേകത. ഇതാണ് വരുവാനിരുന്നവരുടെ നിഴലെന്ന് നമ്മൾ പറയുന്നത്. നിഴലിനെ നിഴല് പോലെ കാണണം. നിഴലിന് പ്രാധാന്യമുണ്ടോ? ഒത്തിരി പ്രാധാന്യമുണ്ട്. പക്ഷെ ആ നിഴലിലെങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന് ന്യായപ്രമാണത്തിന്റെ അടിമയായി തീരാനല്ല നമ്മളെ വിളിച്ചത്.
ഈ കാഹളം കേൾക്കാൻ പോകുന്നതിന്റെ പ്രത്യാശയോടെ അവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. നമ്മൾ ഇന്നും കടിക്കരുത് പിടിക്കരുത് തുടർന്ന് പറഞ്ഞ പ്രമാണത്തിന്റെ പുറകെ നടക്കാൻ നോക്കുമ്പോൾ അതൊക്കെ വിശുദ്ധിയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നോക്കുക. വിശുദ്ധി വേറെ ഉണ്ട്, മനസ്സിൽ വേണം. അത് വിശുദ്ധന്റെ പുറകെ നടക്കാൻ തുടങ്ങിയാൽ സ്വയം വിശുദ്ധനായിക്കോളും, ഒരു സംശയവും. നമുക്കറിയാം, ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, യേശു ക്രിസ്തുവിനെ കൊടുക്കുന്നതിലൂടെ ദൈവം നീതിമാനാകുക ചെയ്തത്. പാപത്തെ മോചിക്കാൻ കഴിവില്ലാത്തവനല്ല നമ്മുടെ ദൈവം, അധികാരമില്ലാത്തവനല്ല നമ്മുടെ ദൈവം. പക്ഷേ അവിടെ നീതിമാനെന്നുള്ള ആ യോഗ്യത എടുത്തു കളയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ആ സ്വഭാവം നിലനിർത്താനാണ് മകനെ കൊടുത്തത്. ഇനി ആരും പറയത്തില്ല വെറുതെ ഒരുത്തന്റെ പാപം എടുത്തു കളഞ്ഞല്ല, അതിന് വില കൊടുത്തിട്ടാണ് എടുത്തു കളയുന്നത്. ആശ്രയിക്കുന്ന ഏതൊരുവനെയും, രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏതൊരുവന്റെയും പാപത്തെ ആ നിമിഷം എടുത്ത് കളയുന്നത് വെറുതെയല്ല, യേശു ക്രിസ്തു എന്ന നിത്യനായ ദൈവത്തെ വില കൊടുത്തിട്ടാണ് എടുത്തു കളയുന്നത്. ദൈവത്തിന് ഈ തിരിച്ചറിവ് ഓരോ ദിവസവും നമുക്കുണ്ടായിരിക്കണം. പേടിപ്പിക്കുന്ന വാചകങ്ങൾ കേട്ടിട്ട് അതിന്റെ പുറകെ നടക്കരുത്, വിശുദ്ധിയാണെന്ന് പറഞ്ഞു. വിശുദ്ധന്റെ പുറകെ നടക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരായിക്കോളും തീർച്ചയായിട്ടും. ഓരോ ദിവസവും ഈ വചനമാ ദൈവത്തെ നിങ്ങൾ ഉൾക്കൊണ്ട് തുടങ്ങുമ്പോഴത്തേക്ക് വിശുദ്ധിയൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ രക്ഷയ്ക്കായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്വാഗതം. വിവാഹം വരെ വിലക്കി, എന്നിട്ട് നമുക്ക് അവരെ തള്ളിക്കളയാൻ മനസ്സ് വരുന്നില്ല എപ്പോഴും. പണ്ട് ശവക്കോട്ട വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നവർ ഇന്ന് എന്നോട് ചോദിക്കുക, നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമ്മുടെ കുടുംബത്തിലൊരു വിവാഹം വരുമ്പോഴും ഒരു മരണം വരുമ്പോഴും എന്തോ ചെയ്യുമെന്ന്. മരിച്ചുപോയ പെന്തക്കോസ് ഭക്തന്മാരോട് ചോദിക്കണം, ഇത് വലിയ ശവക്കോട്ട കണ്ടിട്ട് അവരത് വിട്ടേച്ചിറങ്ങി വന്നവരാ. ഇന്നിപ്പോ ചർച്ച പോകേണ്ടയും IPCയുടെയും ശവക്കോട്ട കണ്ടേച്ചതോ ചോദിക്കുക, ഇത് വിട്ടാ നമ്മൾ എന്തോ ചെയ്യുമെന്ന്. ഇത് വിട്ടാലും വിട്ടില്ലെങ്കിലും കാഹളം കേൾക്കുമ്പം ഈ കർത്താവിനെ സ്വീകരിച്ചവനാണെങ്കിൽ തലയിൽ പൊങ്ങി. ഒരു കല്ലറയും നമുക്ക് തടസ്സമല്ല, ഒരു കല്ലറയും നമുക്ക് ആവശ്യവുമില്ല. ദൈവത്തിന് സ്വാഗതം. അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരം ഏത് വഴിക്ക് എങ്ങനെയൊക്കെ പോയി തീർന്നാലും, അത് അഗ്നിയായാലും ശരി കടലായാലും ശരി, അത് തിരിച്ചു കൊടുത്തേ ഉള്ളൂ. ദൈവത്തിന് സ്വാഗതം. സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ അനുസരിക്കാത്തതൊന്നുമില്ല മനുഷ്യനല്ലാതെ. ദൈവത്തിന്റെ സ്വാഗതം. മറന്നു പോകരുത്, കഴിഞ്ഞ 5 പെരുന്നാൾ നമ്മുടെ മുന്നിൽ ദൈവം തെളിയിച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടിയുള്ള പെരുന്നാളാണ്. കാഹളത്തിൽ വിവാഹത്തിന്റെ കൂട്ടത്തിലേക്ക് നമ്മളെ ചേർക്കാൻ പോകുന്ന ദിവസമാണ്. ദൈവത്തിന്റെ സ്വാഗതം. ഈ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.